എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണം എത്രത്തോളം ഉണ്ടെന്ന് പലരും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുപോലെ മൊബൈൽ കമ്പനികൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സർവീസുകളിലെ ചൂഷണങ്ങളെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ്. എന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ ടോട്ടലായിട്ടുള്ള മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 1222 മില്യൺ ഉപഭോക്താക്കളാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ജനങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് 1171.91 മില്യൺ ഉപഭോക്താക്കളും വയർലെസ് സെറ്റുകൾ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ മൊബൈലുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരം മൊബൈലുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 48.11 മില്യൺ ഉപഭോക്താക്കളെന്ന് പറയുന്ന വയർ ലൈനായിട്ട് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണ്. അപ്പോൾ ഇത്രയും ടോട്ടലി വരുമ്പോഴത്തേക്കും 1222 മില്യൺ ഉപഭോക്താക്കൾ മൊബൈൽ ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രത്യേക കണ്ടന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഓരോരുത്തരും ഓരോ പ്ലാനിങ്ങിലൂടെയാണ് മൊബൈലുകൾ ഉപയോഗിക്കുന്നത്. ചിലർ 14 ദിവസം, 21 ദിവസം, അല്ലെങ്കിൽ 28 ദിവസം, 56 ദിവസം, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഓരോ പ്ലാനിങ്ങുകൾ വരുന്നത്. നമ്മളിതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, ആ റീചാർജ് ചെയ്യേണ്ട ഡേറ്റ് എന്നാണോ അന്ന് തീരുന്ന ആ സമയത്ത് തന്നെ അവർ ഔട്ട് ഗോയിങ് കട്ട് ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളോട് ചെയ്യുന്ന ഒരു ചതിയാണ്. അവർ ഒരു ദിവസം 2 ദിവസം അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഓക്കെ, അവരുടെ നിലനിൽപ്പിന് ശരിക്കും ഉപഭോക്താക്കൾ ചാർജ് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഔട്ട് ഗോയിങ് കട്ട് ചെയ്യാം. പക്ഷേ ഇൻകമ്മിങ് അവർ സ്വാഭാവികമായിട്ട് ഒരു 2 ദിവസം, അതല്ലെങ്കിൽ 3 ദിവസം, അത്രയൊക്കെ അവർ ഇൻകമ്മിങ്ങിന് ടൈം കൊടുക്കുന്നുള്ളൂ. അതായത് നമ്മളൊരു മൊബൈൽ കണക്ഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളതൊരു ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കണക്ഷനാണ്. നമ്മൾ പ്ലാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാർജ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണമെന്നില്ല. നമുക്കറിയാം, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇത്രയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഉപഭോക്താക്കളുള്ള ഈ രാജ്യത്ത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ ഇൻകമിങ് കണക്ഷൻ കൂടി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നത് അത് വലിയൊരു ചതിയാണ്. കാരണം നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന ആ മൊബൈൽ നമ്പർ അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സർവീസിങ് കട്ടായി കിടക്കുകയാണെങ്കിൽ അത് വലിയൊരു ചതി തന്നെയാണ്. അതായത് ഔട്ട് ഗോയിങ് ആ പ്ലാൻ തീരുന്ന അന്ന് തന്നെ കട്ട് ചെയ്താൽ പോലും ഇൻകമിങ് എന്നുള്ളത് ഒരു 1 മന്ത് പീരീഡിലേക്കെങ്കിലും ഉപഭോക്താക്കൾക്ക് നൽകേണ്ടതുണ്ട്. അതോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രായമായവർ വലിയൊരു വിഭാഗം, നമുക്കറിയാം ഇപ്പോൾ ഇത്രയും ഈ 1222 മില്യൺ ഉപഭോക്താക്കളിൽ ഒരു 25% പ്രായമായവർ ഉപയോഗിക്കുന്ന മൊബൈലുകളാണ്. ഇവർക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നെറ്റിൻ്റെ ആവശ്യം പോലുമില്ല. പക്ഷേ ഈ നെറ്റോട് കൂടിയ പ്ലാൻ മാത്രമേ ഇപ്പം മിക്ക കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ പ്ലാനുകൾ എടുക്കാനായിട്ട് നിർബന്ധിതപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഈ പ്രായമായവർക്ക് പൊതുവെ അവർക്ക് ഔട്ട് ഗോയിങ്ങും ഇൻകമ്മിങ്ങും മാത്രം മതി, കോളിങ് മാത്രമേ അവർക്ക് മൊബൈലുകൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെടുക്കുന്ന ഈ പ്ലാനിലെ ശരിക്കും പറഞ്ഞാൽ ഡാറ്റാ ചാർജ് അല്ലെങ്കിൽ നെറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കമ്പനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു ചൂഷണമാണ്. ജിയോയുടെ ഒരു കണക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിമ്മ് നമ്മളൊരു നോർമൽ ഫോണിൽ നമുക്കിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ജിയോയുടെ ഒരു കണക്ഷൻ എടുത്തു, നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് മൊബൈൽ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ ആ സിം എടുത്തിട്ട് നമുക്ക് മറ്റൊരു മൊബൈൽ ഇട്ടിട്ട്, സാധാരണ ഒരു മൊബൈൽ ഇട്ടിട്ട് വിളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അത് വലിയൊരു അപാകതയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ കമ്പനികൾ ഇങ്ങനെ പൊതുസമൂഹത്തെ ചൂഷണം ചെയ്യുന്നത് അത് വലിയൊരു ചൂഷണമാണ്. ഓരോ വ്യക്തികൾ നോക്കുമ്പോൾ വളരെ നിസ്സാരമാണെങ്കിൽ പോലും കൂടെ ഇത്രയും മില്യൺ കണക്കിന് ജനങ്ങൾ ഉപഭോക്താക്കളായിട്ട് വരുമ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും വരുന്ന ആ ചൂഷണത്തിൻ്റെ ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് വലിയൊരു ഭീമമായൊരു എമൗണ്ടാണ്. ഈ എമൗണ്ട് ശരിക്കും പറഞ്ഞ് മൊബൈൽ കമ്പനികൾ ചെയ്യുന്ന ഒരു ചൂഷണമാണ്. ഇത് സർക്കാർ തലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിനകത്ത് വേണ്ടത്ര ശ്രദ്ധ വേണം.
ഇവിടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ് ന്യൂസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള BT തോമസ്, NC കുര്യൻ, അങ്ങനെ ചാനലിൻ്റെ പ്രവർത്തകരായിട്ടുള്ളവർ ഇത്തരം കാര്യത്തിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഉന്നത തലങ്ങളിലേക്ക് ഇതിൻ്റെ വിവരണങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കത്തുകളൊക്കെ നിരന്തരം അയക്കാറുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ തുടരുന്നതായിരിക്കും. ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഉണർവ് എപ്പോഴും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതൊന്ന് പറയാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ വന്നത്. നന്ദി.